ഞാനൊരു ജോയിന്റ് ഫാമിലിയിലാണ് വളർന്നത്. മാത്രമല്ല എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. സോ ഐ ഗ്രൂ അപ്പ് വിത്ത് ലോട്ട് ഓഫ് കസിൻസ്. അവരെൻ്റെ കസിൻസ് മാത്രമായിരുന്നില്ല, ദേ വർ മൈ ഫ്രണ്ട്സ് ആസ് വെൽ. ബട്ട് ഗ്രോയിങ് അപ്പ് ഞങ്ങൾ എല്ലാവരും പല വഴിക്കായി ഫോർ പഠിപ്പ്, ജോലി ആൻഡ് ജസ്റ്റ് ലൈഫ്. ബട്ട് വി ഹാഡ് ദിസ് വൺ ഡ്രീം. വി ഓൾവേസ് സ്പോക്ക് അബൌട്ട് എ കസിൻസ് ട്രിപ്പ്. ആൻഡ് ഫൈനലി വർഷങ്ങൾക്ക് ശേഷം ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. വി ആർ ഗോയിങ് ടു മാനിഫെസ്റ്റ് അവർ ഡ്രീം. സോ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് പോയാലോ? അങ്ങനെ ഞങ്ങള് കസിൻസ് ട്രിപ്പിനുള്ള യാത്ര തുടങ്ങുകയാണ്. ആൻഡ് ദ ജേർണി സ്റ്റാർട്ടഡ് ഫ്രം ചെന്നൈ. ഞാനും എന്റെ ചെന്നൈയിലുള്ള കസിൻസും അങ്ങനെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ സെഡ് ഗുഡ് ബൈ ടു മൈ ഹസ്ബൻഡ്. എത്ര കാലശേഷം നമ്മൾ എല്ലാവരും കൂടെ ഒപ്പം ഇങ്ങനെ വരുന്നത്. എല്ലാരും മുഖത്തും പെട്ടെന്നൊരു പ്രസരിപ്പ് കാണുന്നില്ലേ? എന്താണെന്ന് വെച്ചാൽ കയ്യില് തലശ്ശേരി ബിരിയാണിയാണുള്ളത്. അതും ഷെമിമാമി ഉണ്ടാക്കിയ തലശ്ശേരി ബിരിയാണി. അമ്മ ഇപ്പൊ ഹിമാലയത്തിലേക്കായിട്ട് ട്രിപ്പ് പോകുന്ന പോലെ റെഡി ആയിരിക്കുന്നത്. ടീം വർക്കടാ. ട്രിപ്പിന് വേണ്ടി എക്സൈറ്റഡ് ആണോ? പിന്നല്ലാണ്ട്. ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10 എത്ര? 10 ഉള്ളൂ അല്ലേ? ഗായത്രി എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. എല്ലാം ഉണ്ടാവല്ലോ നമുക്ക്. കൊറേ വർഷത്തിന് നമ്മളെല്ലാരും കാണാൻ പോകുന്നത്. അത് വേറൊരു സ്ഥലത്ത് നമ്മളെല്ലാരും ചെന്നൈ ടു മാഹി ഓൾമോസ്റ്റ് 12 hours ട്രെയിൻ ജേണിയാണ്. കോഴിക്കോടെല്ലാം എത്തിയാലും തന്നെ എല്ലാവരും എണീറ്റ്. കോഴിക്കോട് ടു മാഹി വരെയുള്ള കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് ഭാഗത്തുള്ള വീടുകളും പിന്നെ റോഡും ഒക്കെ കണ്ടുകൊണ്ട് വരാൻ. അതിന് മുന്നേയും ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ബട്ട് ഞാനിതുവരെ കോഴിക്കോട് എത്തുന്നതിന് മുന്നേ എണീറ്റിട്ടില്ല. മയ്യഴി എത്തിയ സ്ഥിതിക്ക് നമുക്ക് നേരെ പോയി ഓട്ടോ പിടിക്കാം. പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാത്ത ഏർപ്പാടാണ് ഈ ഓട്ടോ വിളിക്കല്. ബാർഗെയിൻ ചെയ്യലോ ഒന്നുമില്ല. കയറിയിരിക്കുക, മീറ്ററിൽ എന്താ പൈസ തരാം അത് കൊടുക്കുക. ഇറ്റ്സ് സോ നൈസ് യുനോ. എല്ലാരും പുറത്താ. സോ നമ്മള് മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് പോയതിനെ കുറിച്ച് ഞങ്ങളെ വൊക്കാബുലറി അപ്ഡേറ്റ് ചെയ്തിട്ട് പോയതാണ്. അതെ, ഇനി ഇപ്രാവശ്യം നമ്മൾ വന്നിട്ട് നമ്മളെ കസിൻസിനോടെല്ലാം ചേർന്നും പിന്നെയും നമ്മളെ കുറെ വേർഡ്സ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ പിടിച്ചെടുത്തിട്ട് പിന്നെയും പോകും. പിന്നെയും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി തിരിച്ചു വരുമ്പോഴേക്ക്. ഭാഷാ പരിണാമം ഇസ് എ റിയൽ തിങ്. ദാറ്റ് ടു ഇത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മളെ ഭാഷ ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുന്നതാണ്. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും ഇതെന്ത് പഴഞ്ചം വർത്താനം അഞ്ഞ് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഡീസൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ബട്ട് ഇൻ റിയൽ ലൈഫ്, ഡേ ടു ഡേ ലൈഫ് എൻ്റെ മലയാളം നല്ല ലോക്കൽ വടകര ഭാഷയാണ്. ആൻഡ് നാട്ടിലുള്ള കസിൻസ് ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ടാണ് മലയാളം സംസാരിക്കുന്നത്. ബട്ട് മൈ സ്ലാങ് ഇസ് സ്റ്റിൽ ദ ഓൾഡ് സ്ലാങ്. ലഗേജ് എടുക്കാൻ ഇനി പാഴാക്കാൻ നമുക്ക് സമയമില്ല. ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. ഇങ്ങോട്ട് വന്നാ വിളിക്കുന്നത്. അജയ് അപ്പനെ ഓർത്തു എല്ലാ ട്രിപ്പിനും കൊണ്ടുവന്ന അരിക്കുത്ത് അരിപ്പൊടി ജീരകം മഞ്ഞള് തമരയിടി നിനക്കെന്നാ ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. A few moments later. വയനാട്ടില് കാലൂത്തേ. ഫൈനലി വി ആർ ഹിയർ അറ്റ് വയനാട്. വയനാട് ചുരം കയറി കഴിഞ്ഞു.
നമ്മൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെയും പോകാൻ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ മീൻ നേരിട്ട് റിസോർട്ട് പോകാൻ സ്റ്റേ ചെയ്യാൻ വരെ. ദിസ് വാസ് അവർ പ്ലാൻ. ബട്ട് സഡൻലി വി തോട്ട് പോകുന്ന വഴിക്കാണ് മീൻമുട്ടി വാട്ടർഫാൾസ് ഉള്ളത്. ഓക്കെ, അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന്. സോ ദിസ് ഇസ് us ഗോയിങ് ടു മീൻമുട്ടി വാട്ടർഫാൾസ്. എല്ലാരും മേടിച്ചിട്ട് ഒരാളി നോക്കി ചിലപ്പോ ഇതിന്റെ പേരറിയാനായിട്ട് ഇവിടെ എല്ലാവർക്കും വിശപ്പ്, എസ്പെഷ്യലി മന്തി കഴിക്കാനുള്ള വിശപ്പ്. ആയിരിക്കും സാധാ ചോറൊന്നും വേണ്ട, ബിരിയാണിയും വേണ്ട. നൗ നാട്ടിലെ ട്രെൻഡിങ് മന്തി. ബൈ ദിസ് ടൈം ഉച്ചയായി. എല്ലാവർക്കും നല്ല പൊരിഞ്ഞ വിശപ്പ്. മന്തിക്കട കണ്ടുപിടിക്കുമ്പോഴേക്കും തൽക്കാലം നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്നാക്സ് വെച്ചൊരു ഇടക്കാല ആശ്വാസം അങ്ങോട്ടാക്കാം. നമുക്ക് അൽഫാം ആൻഡ് മന്തി ഉള്ള കട കിട്ടിയിരിക്കുന്നു. മാളും എല്ലാവർക്കും വിളമ്പി തരും. എടുത്തോ. A few moments later. മന്തി കഴിച്ച് ബോധം പോയ ആൾക്കാർക്കൊക്കെ പതുക്കെ ബോധം വന്ന് തുടങ്ങി. നമ്മൾ റിസോർട്ടിന് അടുത്ത് എത്താറായി. ഫൈനലി നമ്മള് നമ്മുടെ റിസോർട്ടിലെത്തി. വി ഹാവ് ചെക്ക്ഡ് ഇൻ. വി ഹാവ് ബുക്ക്ഡ് ദ എൻറ്റയർ പ്രോപ്പർട്ടി. സോ ഇവിടെ വേറെ ആരുമില്ല, കംപ്ലീറ്റ് പ്രൈവസി. ആൻഡ് ദിസ് ഇസ് വെരി നൈസ് പ്രോപ്പർട്ടി. അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന്. ലെറ്റ് മീ ജസ്റ്റ് ഷോ യു എ റൂം ടൂർ ബൈ ദ വേ. നമുക്ക് റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ 10th റൂം. ഒരു ടിവി ഉണ്ട് മുന്നത്തെ. ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടിട്ട് കണ്ടാണ്. ഇവിടെ വേറൊന്നുമില്ല, കാടാണ്. പിന്നെ ഒരു മിറർ ഇവിടുന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നു ഗായ്സ്. ഇവിടെ നമ്മളെ അടുത്ത റൂമാണ്. അത് നമ്മളെ റൂം തന്നെയാണ്. റൂമിൽ ആരുടെ ഡ്രസ് മാറ്റുന്നതായിരുന്നു. എല്ലാവരും റൂമും ചുറ്റുപാടൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ഒന്ന് സെറ്റിൽ ഡൗൺ ആകുമ്പോഴേക്കും നമ്മളെ കട്ടൻ ചായ ഇങ്ങോട്ട് എത്തി. ഇറ്റ് വാസ് സച്ച് എ നൈസ് ഈവനിങ്. എല്ലാവർക്കും ചുറ്റുപാടും റൂംസും ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്താന്നുള്ള പ്ലാനിങ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അധികം പ്ലാനിങ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമുക്ക് അവിടെ പൂളുള്ള സ്ഥിതിക്ക് എല്ലാവർക്കും പൂളിൽ ഇറങ്ങാനുള്ള ധൃതിയാണ്. പ്രിയമുള്ളവരെ, കർണാടക ബോർഡറിലുള്ള മുളയാടി എന്ന വർഗത്തിൽപ്പെട്ടവരാണിവർ. നാട്ടിലെ മനുഷ്യരുമായി ഒരിക്കലും ഇടപെടാത്ത ഇവർ കാടിന് വെളിയിൽ വരാറില്ല. ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക, പുലിയാട്ടോ പാത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ? വെള്ളത്തിൽ നിന്ന് മരണക്കളി കളിച്ചിട്ട് എല്ലാവർക്കും ഒടുക്കത്തെ വിശപ്പാണ്. അതുകൊണ്ട് പിന്നെ ഇടവും വലവും നോക്കാണ്ട് എല്ലാവരും അങ്ങോട്ട് കാര്യത്തിലേക്ക് കടന്ന്. ആൻഡ് ഇന്ന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. നാളെ ചക്കരേന്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് 12 o'clock നമുക്കൊരു കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ട്. വരുമ്പോൾ സുൽത്താൻ ബത്തേരിൽ നിന്ന് നമ്മൾ ചക്കര അറിയാണ്ട് എങ്ങനെയൊക്കെ കേക്കൊക്കെ വാങ്ങി സ്നീക്ക് ചെയ്ത് വണ്ടിയിലൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 12 o'clock വരെ ചക്കര അറിയാണ്ട് സസ്പെൻസ് എങ്ങനെ പൊളിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. 2 നൂഡിൽസ്, ഒരു ഫ്രൈഡ് റൈസ്, 2 നൂഡിൽസ്, ഒരു ഫ്രൈഡ് റൈസ്, ഒരു ക്ലിയർ സൂപ്പ്. ചെറുതായിട്ടൊന്ന് ക്യാമ്പ് ഫയറിൽ വാം അപ്പ് ചെയ്തെങ്കിലും നമ്മൾ ഇന്നത്തെ പരിപാടി ഇതൊന്നുമല്ല. നെക്സ്റ്റ് നമ്മളെ പ്രേതത്തിന്റെ കഥ പറയാൻ പോവുകയാണ് ഗൈസ്. ആരോ തട്ടുന്ന പോലെ ഉണ്ടോ എപ്പോ? ആളില്ലാത്ത തട്ടുന്നല്ല, കോമഡി അല്ല. ഞാൻ കണ്ടത് പ്രേമ. ഞാൻ ഉള്ളില് കിടക്കുന്ന, എനിക്ക് തലവേദനയിൽ കിടക്കുന്ന ഫ്രണ്ട് ഹോസ്റ്റലില്. ഇപ്പൊ ഫ്രണ്ട് പുറത്തിരുന്ന് പഠിക്കുന്നതിന് ഞാൻ കുറ്റിയിട്ടിട്ടുണ്ട്. തട്ടുന്ന്. അപ്പൊ ഞാൻ തുറന്നു നോക്കി, ആരുമില്ല. ഇവളവിടെ പഠിക്കുന്നത്. പിന്നെയും പൊട്ടി കിടന്ന് തിരിച്ചും തട്ടുന്ന്. ഞാൻ തുറന്നു നോക്കി, ആരുമില്ല. ഞാൻ ഇവിടെ വിളിച്ച് ആരെങ്കിലും വന്ന് തട്ടിയിട്ട് വരും. ഞാൻ പറഞ്ഞു, ഓള് പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു ഇനി പഠിക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ. ഓള് പറഞ്ഞു ഇല്ല, ആരും വന്നിട്ടില്ല. പക്ഷെ തട്ടി റിപ്പീറ്റഡ് ആയിട്ട് എല്ലാവർക്കും കേൾക്കും. അല്ല, എന്റെ റൂമിൽ ഞാൻ ഒറ്റക്ക് ആ സമയത്ത്
ഓളെ റൂമിൽ ഓള ഒറ്റക്ക സമയത്ത് എല്ലാ രാത്രി നമ്മളെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വോൾട്ടേജ് ഹൈ ഉണ്ടാവണോ അതൊന്നും ആരും പ്രേതമായിട്ട് റിലേറ്റ് ചെയ്യണ്ട. പക്ഷെ പ്രേതം ടച്ച് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റി. സത്യ നീ പറ, ഞാൻ പ്രേതത്തിന്റെ സിനിമ കണ്ടിട്ട് ലൈറ്റ് മിന്നി മിന്നി കളിച്ചിട്ടില്ലേ? അത് ഇലക്ട്രിസിറ്റിയിലല്ല ടി വി വർക്കാന്ന്. ഞാൻ പറഞ്ഞ സത്യല്ലേ? പ്രേതത്തിന് കൺട്രോൾ ഉള്ള ഒരു കാര്യമാണ് കറണ്ട്. ധൈര്യമുള്ള ഒരു 2 നിമിഷം സൂക്ഷിച്ചു നോക്കുക. റൂം തന്നെ നോക്കണം. ഒരു റൂം അത് നല്ലൊരു ഐഡിയ. ഇവളെ പോലെ നടന്നു പോവാൻ പറ്റിയില്ല. എന്റെ കാലൊക്കെ അപ്പത്തേക്ക് കുഴഞ്ഞു പോയി. എങ്ങനെയൊക്കെ ചക്ര is always with us. Somehow we managed to decorate a little bit here. So ഇപ്പം ചക്രയുടെ റിയാക്ഷൻ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പോവാണ്. അതല്ല ഇന്നെ കൊണ്ട് കട്ടൻ ഇടിച്ച ഓരോ ക്ലാസ്സിലും തനിത്തനിയായിട്ട് ഷുഗർ ഇടിച്ച ഓള് മൂത്രയ്ക്കാൻ വരുന്ന 1/2 മണിക്കൂർ ഇനിയാണ് പ്രേതത്തിന്റെ കഥ പാർട്ട് 2. പേടിയൊന്നുമില്ലാണ്ട് എവിടെ വേണമെങ്കിൽ കിടക്കും. ആദ്യം രവി ഇവർ വിചാരിച്ച് ആടുന്ന രവി നാട്ടാണ് വിളിക്കുന്നത്. അപ്പൂസൂട്ടം പറഞ്ഞേ അങ്ങോട്ട് പറഞ്ഞതാ. ഈ വണ്ടി ആരോ ഇങ്ങനെ ഇങ്ങനെ മൊത്തം 4 പ്രോപ്പർ വില്ല, 3 പ്രോപ്പർ വില്ല ആൻഡ് ഒരു റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ട് എല്ലാരും ഒരു റൂമിലാണ്. കുറച്ച് സമയം പ്രേതത്തിന്റെ കഥ പറഞ്ഞതിന്റെ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. ഞങ്ങൾ ജന്മനായിട്ട് ധൈര്യം കൂടിയ ആൾക്കാരാ. ധൈര്യം കൂടുതലിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ വെള്ളം നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാനാണ് ഫസ്റ്റ് എണീക്കുന്നത്. കാല് വെക്കാൻ സ്ഥലയിലായിരുന്നു നിലത്ത്. സംഹൗ ഐ സ്നീക്ഡ് ഔട്ട്. പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ, ഫോഗി ആൻഡ് ഓൾ. ബട്ട് എനിക്ക് ആരും വിളിച്ച് എണീപ്പിക്കാൻ തോന്നിയില്ല. കാരണം എല്ലാവരും നേരം വിളിക്കുന്നൊരു വർത്താനം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 30 minutes അങ്ങനെ ആയിട്ടില്ലല്ലോ ഉറങ്ങിയിട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് വലിയ ഗ്ലാസ് കട്ടൻ. കട്ടൻ ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി. Finally, guys, it is coming to Instagram. ഞാൻ ഇത്ര കെയർഫ്രീ ആയിട്ട് നിന്നത് എപ്പോഴാണ് ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ. പാസ്റ്റ് ഫ്യൂ മന്ത്സ് ആയിട്ട് ഐ ഹവ് ബീൻ ഗ്രൈൻഡിങ്.
കുറേ കാര്യത്തിന് പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ ജസ്റ്റ് ഫൊഗോട്ട് എവറിത്തിങ് ആൻഡ് ഐ വാസ് ഇൻ ദ മൊമെന്റ് വിത്ത് മൈ കസിൻസ്. ആൻഡ് ഞാൻ ചിരിച്ചതിന് അളവില്ല. പൊട്ടി 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 എത്രയധികം ഞാൻ ചിരിച്ച്. കുറേ പ്രേതത്തിൻ്റെ കഥയും അതും ഇതും പറഞ്ഞ് ബെസ്റ്റ് നൈറ്റ്, ബെസ്റ്റ് ഡേ ഫോർ ഷുവർ. ഫൈനലി ഞങ്ങൾക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. മാളുവിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. എത്ര കൊല്ലത്തെ കാത്തിരിപ്പാണ് അവസാനം സഫലീകരിച്ചിരിക്കുന്നു ഗൈസ്, സഫലീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്കായിരുന്നു പൂപ്പൊലി. സോ അവിടെ പോയി ഞങ്ങൾ ഫ്ലവേഴ്സും അതൊക്കെ കണ്ടു, ഒരുപാട് ഫോട്ടോസ് എടുത്തു ആൻഡ് ഓഫ് കോഴ്സ് ഫുഡ്. ഇത് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പിന്റെ ലാസ്റ്റ് മീൽ ടുഗെദർ ആണ്. അതുകൊണ്ട് പിന്നെ ആരും തലങ്ങും വിലങ്ങും നോക്കിയില്ല, പരക്കെ ഓർഡർ ചെയ്ത് വിട്ടതാണ്. എൻ്റെ മുന്നിലുള്ള ഫുഡ് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ദിസ് ഇസ് ബീഫ് ബിരിയാണി ആൻഡ് ദാറ്റ് വാസ് ബീഫ് ഫ്രൈഡ് റൈസ് ആൻഡ് ഐ ഹാഡ് പൊറോട്ട ആൻഡ് ചിക്കൻ. എല്ലാം കൂടെ മിക്സ് ആക്കിയാണ് കഴിച്ചത്. ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ കഴിച്ചു. ഇനി അടുത്ത ട്രിപ്പ് ഗോവ. അങ്ങനെ ഇന്നലെ എന്തും പറഞ്ഞു ഞാൻ അങ്ങനെ പേടിക്കേണ്ട കൂട്ടത്തിലാണ്. വരും